അതെ, കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിലപാട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ അത് വളരെ ഉറച്ച നിലപാടാണ്. 6 വർഷം കൊണ്ട് അദ്ദേഹം എടുത്ത തീരുമാനങ്ങളിൽ നിലപാടുകൾക്ക് മാറ്റം വരുന്നില്ല. അപ്പോൾ കേരള ഇന്നിപ്പം ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെടുന്നതോടൊപ്പം തന്നെ സഭ ഇന്ന് അങ്ങയിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട്. അപ്പം സഭകൾ തമ്മിൽ ഭിന്നിച്ച് നിൽക്കുന്നൊരവസ്ഥയുണ്ട്. സഭകളെ ഒരുമിപ്പിക്കാൻ അങ്ങ് കൂടുതൽ വാചകം പറയുന്ന ആളല്ല, അതിനേക്കാൾ ഉപരി പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡാണ് അങ്ങേക്കുള്ളത്. ഈ സഭകൾ കേരള കോൺഗ്രസ് കർഷകരും സഭകളും കേരള കോൺഗ്രസിന് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അങ്ങേക്ക് എന്നേക്കാൾ കൂടുതൽ പറയാൻ പറ്റും. എങ്കിലും സഭ പ്രതീക്ഷിക്കുന്നുണ്ട്, അങ്ങേ നിന്ന് ചിലത് സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താ നിലപാട്? അല്ല, അതിപ്പോൾ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പ്രത്യേകിച്ച് കർഷകരുടെ ഒരു സ്ഥാനമായി നിൽക്കുന്നു. സഭ എന്ന് പറയുമ്പോൾ കൂടുതലും ഞങ്ങളുടെ ജനവിഭാഗങ്ങൾ സഭയായിട്ട് ബന്ധപ്പെട്ട അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ, ഞങ്ങളുടെ MLA-മാരെ എടുത്ത് നോക്കിയാൽ 5 പേര് 2 പേരും ഹൈന്ദവരായിട്ടുള്ളതാണ്. ഞങ്ങൾ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമ്പോൾ ചുരുങ്ങിയ സീറ്റുകൾ മാത്രമേ കിട്ടിയെങ്കിലൂ അവിടെ എല്ലാ സമുദായത്തിൽപ്പെട്ടവരും നിങ്ങൾക്ക് കാണുവാൻ കഴിയും സ്ഥാനാർത്ഥിയായിട്ട്. അപ്പോൾ സഭ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്ന സഭ ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. പക്ഷെ നല്ലതുണ്ടാകണം കേരള കോൺഗ്രസ്. അതിൻ്റെ കാരണം എന്താ? കേരള കോൺഗ്രസ് ഏറ്റെടുക്കുന്ന വിഷയവും സഭ ഏറ്റെടുക്കുന്ന വിഷയവും സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മാത്രമല്ല, ഒരു കോമൺ ഇഷ്യൂസായിട്ട് മാറുന്നുണ്ട്. ഇപ്പം കർഷകരുടെ വിഷയം സഭ ഏറ്റെടുക്കാറുണ്ട്, കേരള കോൺഗ്രസ് ഏറ്റെടുക്കാറുണ്ട്. സഭ അതിനുവേണ്ടി സമരം നടത്താറുണ്ട്. കേരള കോൺഗ്രസിനെതിരെ ചിലപ്പോൾ ക്രിട്ടിസൈസ് ചെയ്തിരിക്കും. അത് സഭ മാത്രമല്ല, പലരും പല കാര്യങ്ങളും കിട്ടാതെ വരുമ്പോൾ കേരള കോൺഗ്രസിനെ ജോസ് കെ മാണിയെ കുറ്റപ്പെടുത്തിയത് എത്രയോ അവസരങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ജോസ് കെ മാണി ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്താത്ത? എന്തുകൊണ്ടാണ്? ജോസ് കെ മാണിയെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും കേരള കോൺഗ്രസിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഇടുക്കിയിലൊരു വിഷയമുണ്ട്, അല്ല വന്യമൃഗത്തിൻ്റെ വിഷയമുണ്ട്. എന്നെ കയറി വിളിക്കുന്ന കാര്യം തന്നെ. അപ്പോൾ ആ വിഷയത്തിൽ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുകയും അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾ ഇടപെട്ടാൽ ഒരു പരിഹാരം കാണുവാൻ കഴിയും. അതുകൊണ്ട് കൂടുതൽ ജാഗ്രതയോടുകൂടി നിങ്ങൾ ഇറങ്ങണം എന്നുള്ള ഒരു മെസ്സേജ് ഞാൻ അങ്ങനെ എടുക്കില്ല. മുന്നണിയിൽ ഇപ്പോൾ CPM പോലും മുഖ്യമന്ത്രി ആയാലും ഒരുപക്ഷെ ഇപ്പോൾ ഈ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഇടപെടുന്ന സംഘടന CPI-യേക്കാൾ ഇപ്പം കേരള കോൺഗ്രസ്സാണ്. മാത്രമല്ല അങ്ങ് ഇവിടെയെല്ലാം ഓടി നിൽക്കുന്ന ഒരാളാണ്, പ്രത്യേകിച്ച് പ്രസംഗിച്ചെടുക്കുന്ന ആളല്ല. പ്രാക്ടിക്കലി അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ട് മാത്രം മാറുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഇപ്പം നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ളത് എല്ലാം ഈ മുന്നണിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? നിങ്ങൾ പൂർണ്ണമായിട്ട് ഹാപ്പിയാണോ? അല്ല, കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം ഞാൻ പലപ്പോഴും ഇടതുപക്ഷത്തിനോടൊപ്പം ഞങ്ങൾ ഹാപ്പിയാണ്. പക്ഷേ ഓരോ ദിവസം ചൊല്ലും തോറും വികസന ആവശ്യങ്ങളുണ്ട്, സാമൂഹിക വിഷയങ്ങൾ നേടിയെടുക്കാനുണ്ട്, റബ്ബറിൻ്റെ വിഷയങ്ങൾ ഇനി ഈ പറയുന്ന അതിൻ്റെ വില കൂട്ടേണ്ടതുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും ഇപ്പം മുനമ്പം വിഷയം. അപ്പോൾ മുനമ്പം വിഷയത്തിൽ അവരുടെ ആ ആക്ഷൻ കൗൺസിലും അവരും വൈദികനും ഇവിടെ വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെയും സംസാരിച്ചു, മിനിയാന്നും ഞാൻ സംസാരിച്ചു. എന്തുകൊണ്ടാണ്? അവിടുത്തെ ഈ പറയുന്ന തീരദേശം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കടൽ മണൽ ഖനനം ഒരു പക്ഷേ കേരള കോൺഗ്രസ് പ്രധാനം ചെയ്യുന്ന ഒരു സ്ഥലമല്ല. കാരണം നമ്മുടെ കൂടുതൽ ശാക്തിക മേഖല ഈ പ്രദേശങ്ങളാണ്. അപ്പോൾ അവിടെയും നമ്മളുടെയൊക്കെ ഒരു പ്രതീക്ഷയാണ്. കാരണം നമുക്ക് ഇടപെട്ടാൽ പരിഹരിക്കാൻ കഴിയും. അനാവശ്യമായി നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേട്ടം നോക്കിയിട്ടല്ല, പക്ഷേ ഒരു ജനകീയ വിഷയമാണ് എന്നുള്ളതുകൊണ്ട്. അപ്പം ഇനിയും കാര്യങ്ങൾ നേടിയെടുക്കാണ്ട് ഒരു പക്ഷേ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തില്ലായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ച് ഈ വിഷയങ്ങൾ ചിലപ്പോൾ അത്രയും പ്രാധാന്യത്തോടുകൂടി ചിലപ്പം അപ്പുറത്ത് കണ്ടെന്ന് ചിലപ്പോൾ വരില്ല. അത് UDF-ലാണല്ലോ LDF-ലാണല്ലോ അല്ലേ? അതല്ലേ? അപ്പോൾ അതാണ് ഒരു ഇൻസ്ട്രുമെൻ്റായി ഞങ്ങൾ മാറുകയാണ്. അത് മാത്രമല്ല, ഇപ്പം കടുത്തുരുത്തി ആയാലും പാലയായാലും പ്രോജക്റ്റുകൾ അടുത്ത ജനറേഷനെ പറ്റി വലിയ കൺസേൺ ഉള്ള ഒരാളാണ്. അങ്ങ് തന്നെ ഇട്ട പേരാണ് എഡ്യൂക്കേഷൻ ഹബ്ബ്. പാലായിൽ അങ്ങ് കൊണ്ടുവന്ന നിരവധി പ്രോജക്റ്റുകളുണ്ട്, സയൻസ് സിറ്റി ആയാലും അവിടുത്തെ എത്ര സ്ഥാപനങ്ങൾ. അപ്പം ഇതിനൊക്കെ ഒരു അചഞ്ചലമായ അല്ലെങ്കിൽ ഒരു വലിയൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് അങ്ങ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അങ്ങ് അമേരിക്കയിൽ ചെന്നപ്പോഴും അവിടെ ആളുകളുടെ റെസ്പോൺസൊക്കെ കണ്ടത് അങ്ങനെ ന്യൂയോർക്ക് അവിടെ അവർ സ്വീകരിക്കുക, അവാർഡൊക്കെ തരികയും ചെയ്ത. അപ്പം ജോസ് കെ മാണി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നല്ല ബ്രീഡാണ്, അദ്ദേഹം നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, വളരെ ചെത്തി മിനുക്കി ഒരുക്കിയെടുത്ത് ഷെയ്പ്പാക്കിയ ഒരു പ്രോഡക്റ്റ് എന്നാണ്. മറ്റു പല രാഷ്ട്രീയ ആളുകളെയൊക്കെ വെച്ച് ഒരു കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് നമ്മൾ ജസ്റ്റ് ഒരു ചീട്ടിട്ട് കൊടുത്താൽ അങ്ങയുടെ വാല്യൂ ഞാൻ അങ്ങ് ഇരുത്തിക്കൊണ്ട് പൊക്കി പറയല്ല, ഞാനൊരു യങ്സ്റ്റേഴ്സിൻ്റെ ട്രെയിനറായിട്ട് പറയുക, ആ തരത്തിൽ അങ്ങ് മോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളുടെ ഈ പട്ടണത്തിലാണ് ഏറ്റവും കൂടുതൽ പിള്ളേർ ഇവിടുന്ന് പഠിച്ചിട്ട് കയറി പോവുക. അതിന് അങ്ങേക്കൊരു പങ്കില്ലേ? അങ്ങേക്കല്ല, ഇത് കേരള സംസ്ഥാനത്തുടനീളം ഒരു പ്രതിഭാസമായിട്ട് മാറിയിരിക്കുന്ന പണ്ടുകൊണ്ട്
നിങ്ങളെടുത്ത് നോക്ക്. എന്നാലും പാലായിലാണ് അതല്ല, അതിലേക്ക് ഞാൻ പറയുന്നു. പാലായിൽ മീനച്ചി താലൂക്കിലുള്ളവരല്ലേ കുടിയേറ്റക്കാരെ അവിടെ ചെന്നാലും അല്ലേ? അതെ. മലബാർ മേഖലയ്ക്ക് പോയാൽ, എന്തിനാ തിരുവനന്തപുരത്ത് നിങ്ങളുടെ സൈഡിൽ പോയാൽ, പുനലൂര് ആ പ്രദേശങ്ങളിലേക്ക് പോയാൽ, അത് അമ്പൂരി പോയാൽ, വെള്ളറടയിൽ പോയാൽ, ഇടുക്കി പോയാൽ, കുടിയേറ്റ മേഖലയായ ഇരിട്ടി പോയാൽ, രാജപുരത്ത് പോയാൽ, അല്ലെങ്കിൽ കാസർഗോഡ് പോയാൽ, എന്തുകൊണ്ടാണ് മീനച്ചി താലൂക്കിൽ നിന്ന് പോകുന്നവർ? അത് ആദ്യഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. ഞാൻ അതും പറയും, അത് പ്രവാസിയായിരുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് പോവുകയാണെന്ന് ഞാൻ പറയും, അതിനെ ഡിഫൈൻ ചെയ്താൽ. ആ ഘട്ടത്തിൽ ഈ പറയുന്ന വലിയ വിമാന സർവീസോ ട്രെയിൻ സർവീസോ ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റിയോ ഇങ്ങനെ ഒരു രാജ്യമുണ്ടെന്ന ഒരു നോളജ് ഇല്ലാത്തൊരു ഘട്ടത്തിൽ ഇവരെല്ലാം അങ്ങോട്ട് പോയി. എങ്ങോട്ടാ? മലയോര പ്രദേശങ്ങളിൽ പോയി, അവിടെ കുടിയേറ്റ കർഷകരായി മാറി. അത് മലയാളികൾ പൊതുവെ ഒരു സാഹസ്യരാണ്. അതിൻ്റെ ഭാഗമായിട്ട് പോയി വേറെ ഓപ്പർച്യൂണിറ്റി അങ്ങോട്ട് പോകുന്നത്. അത് ഞാൻ കാണുന്നൊരു പോസിറ്റീവ് വശം. പക്ഷേ ഇത് പറയുമ്പോഴും ഇവിടുന്ന് വളരെയധികം ആളുകൾ വിദേശത്ത് പോയി. വിദേശത്ത് പണ്ടായിരുന്നെങ്കിൽ ജോലിക്ക് പോയി, അത് ചിലപ്പോൾ ഭർത്താവ് പോയി, അത് കഴിഞ്ഞ് ഭാര്യ പോയി, അല്ലെങ്കിൽ ഭാര്യ പോയി, അത് കഴിഞ്ഞ് ഭർത്താവ് പോയി, ജോലിയിലായി, അവിടെ സെറ്റിൽ ചെയ്തു. ആദ്യമേ ഗൾഫിലായിരുന്നു, പിന്നെ യൂറോപ്പിലായി, പിന്നെ അമേരിക്കയിലായി, പിന്നെ മറ്റു കോൺട്രിലേക്കായി, മറ്റ് രാജ്യങ്ങളിലേക്ക്, ഇന്ന് ലാറ്റിൻ അമേരിക്കയിലേക്ക് പോലും ആളുകൾ പോകുന്നു. ഇപ്പോഴുള്ള ഒരു പ്രതിഭാസം എന്ന് പറയുന്നത്, ഇന്ന് കുട്ടികൾ പഠിക്കാൻ പോകുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് 11th and 12th പഠിക്കാൻ പോലെ പോകുമ്പോൾ തീർച്ചയായും ഇവിടെ കൂടുതലും നമ്മളെ പേരൻസ് മാത്രം ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ നമ്മളെടുത്ത് നോക്കിയാൽ ഈ വേൾഡ് ഹസ് ബിക്കം സ്മോൾ അല്ലേ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഉരുണ്ടതല്ല ഫ്ലാറ്റായിട്ടെന്ന് പറയും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പണാണ്. ഓപ്പൺ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് എന്താ, ഈ മതിലിൻ്റെ അപ്പുറത്ത് എന്താ നടക്കുന്നത് എന്ന് ജനം കാണുന്നു, പിള്ളേർ കാണുന്നു. അവർക്കൊരാഗ്രഹം അങ്ങോട്ട് പോകണമെന്നുള്ളത്. ഇനി അതിനേക്കാൾ അപ്പുറത്തൊരു ഓപ്പർച്യൂണിറ്റി ഒരുപക്ഷെ ഇവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിന്നേക്കാം. അവർ പോകും, കുറച്ച് പേര് പോകും. അതൊരു ട്രാൻസ്ഫോർമേഷനാണ്, ഒരു ട്രാൻസിഷൻ പീരീഡാണ്. ദാറ്റ് വി ഹാവ് ടു ഓവർകം ഇറ്റ്. അത് എങ്ങനെ ഓവർകം ചെയ്യണം? നാളെ പോയിട്ട് ചിലപ്പോൾ ഒരു 50% തിരിച്ചു വരുമായിരിക്കും, ഓപ്പർച്യൂണിറ്റി ഇവിടെ ആയിരിക്കും എന്നെല്ലാം നോക്കി. പക്ഷേ വി നീഡ് ടു ഗ്രോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണ് എന്ന് നോക്കിയിട്ട്, ഇവിടെ മുമ്പേ പറഞ്ഞ പോലെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ്. ഞാനൊരു MP എന്ന നിലയ്ക്ക് എനിക്ക് MP ഫണ്ട് അവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം, 10 മിനിറ്റ് മതി അല്ലേ? ഒരു 5 കോടി രൂപയുണ്ട്, ഒരു ബാങ്കിൽ കിടക്കുന്ന പൈസയാണ്, അത് കേന്ദ്രം തരുന്നു. ഇവിടെ ഒരു ലൈറ്റ് കൊടുക്കുന്നു, ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് കൊടുക്കുന്നു, ഇവിടെ റോഡ് കൊടുക്കുന്നു, അവിടെ ഒരു അംഗൻവാടിക്ക് ഒരു ചെറിയ കെട്ടിടം 3 ലക്ഷം രൂപ കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഐ ഡോണ്ട് തിങ്ക് അതൊരു ഫ്യൂച്ചർ ജനറേഷൻ ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എക്സെപ്റ്റ് ഫോർ ദി അംഗൻവാടി. പക്ഷെ ഒരു പലായനം സംഭവിക്കുന്ന, ഇപ്പം കാനഡയിലായാലും ഇപ്പോൾ UK ആളുകൾ തിരിച്ചു പോവുക, താമസവും റെൻറ്റിൽ. അപ്പം ഈ അടുത്ത സമയത്ത് ഞാൻ കാനഡ ചെന്നപ്പോഴത്തേക്കും കൂടെ ഏറ്റവും നല്ല മിടുക്കരായ കുട്ടികൾ അവിടെ പോയി കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്യുന്നു. അവർ പഠിക്കാൻ പോയിട്ട് 5% പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങയുടെ വിഷൻ അനുസരിച്ച് അപ്പോൾ ഇവിടെ ഒരു പലായനം ചിലപ്പം വന്നാൽ നമ്മൾ എത്രത്തോളം എക്വിപ്ഡ് ആണ്? അല്ല, അതിനൊക്കെയാണ്. അപ്പോൾ ആ ഒരു അങ്ങോട്ട് പോയാലും നമ്മളിപ്പോൾ ഞാൻ എയിം ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. IIT സ്റ്റാർട്ട് ചെയ്തു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു, കേന്ദ്ര വിദ്യാലയം സ്റ്റാർട്ട് ചെയ്തു, സയൻസ് സിറ്റി സ്റ്റാർട്ട് ചെയ്തു. ഈവൻ എന്തിനാണ് യൂത്തിനായിട്ടുള്ള ഈവൻ പാസ്പോർട്ട് ഓഫീസ് ഹെൽത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. മറ്റുള്ള റീജിയണൽ ഓഫീസ് കേരളത്തിൽ 2 ഉള്ളൂ. ഏതാ? ഒന്ന് എറണാകുളത്തും തിരുവനന്തപുരത്തും എറണാകുളത്തുള്ളപ്പോൾ ഏറ്റവും ആദ്യത്തെ പാസ്പോർട്ട് സേവാ കേന്ദ്രം കോട്ടയത്ത് ഞാൻ ആരംഭിച്ചു. അതൊരു ഐഡൻറ്റിറ്റി കാർഡ് പോലെയാണ്. അവർ പോകുന്നു, അതൊക്കെ വന്നോട്ടെ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഒരു ന്യൂ ജനറേഷൻ സിലബസുകൾ, കോഴ്സുകൾ ഇവിടെ ആരംഭിക്കാൻ കഴിയും. ഒരു ഡ്രോബാക്ക് ഞാൻ കാണുന്ന, ന്യൂ ജനറേഷൻ കോഴ്സുകൾ ആ യൂണിവേഴ്സിറ്റിയിൽ കുറവാണ്. പലപ്പോഴും കരിക്കുലം സെറ്റ് ചെയ്യാനായിട്ട് സമയമെടുക്കുന്നു, അതിനുവേണ്ടി മെനക്കെടുന്നില്ല എന്ന് തന്നെ ഞാൻ പറയും. അതിനിച്ചിരി മെനക്കെടുണ്ട്. അപ്പോൾ ന്യൂ ജനറേഷൻ കോഴ്സുകൾ ഇപ്പോൾ ഫോറിൻ യൂണിവേഴ്സിറ്റി വരുമ്പോൾ അതിലേക്ക് പോകാനായിട്ട് ചിലവർ ആഗ്രഹപ്പെടും. ന്യൂ ജനറേഷൻ കോഴ്സുകൾ തീർച്ചയായിട്ടും കേരളത്തിലൊന്ന് വേണം. അതിനേക്കാളപ്പുറം ഇന്ന് കേരളത്തിലൊരു ട്രെൻഡ് മാറി വന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഐ ഹവ് സീറ്റ് ആസ് എ പോസിറ്റീവ് വശം. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകൾ, ഇന്നോവേഷൻസ് ഏറ്റവും കൂടുതൽ ഇന്ന് കേരള സംസ്ഥാനത്ത് ഏതാണ്ട് 64,000 വന്നു. അത് ചെറിയ സമയമുണ്ട്. വ്യവസായം എന്ന് പറയുന്ന ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത് മാറി ഓണ്ടർഷിപ്പിലേക്ക് വന്നു, സംരംഭങ്ങളിലേക്ക് വന്നു. 2 പേര്, ഒരാൾ, 10 പേര് തുടങ്ങുന്നു. മോസ്റ്റ് ഓഫ് ദം ആർ വെരി സക്സസ്ഫുൾ ആണ്. അപ്പോൾ അത് അവർ തന്നെ ജോലി ക്രിയേറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുകയാണ്, സ്വന്തം ജോലിക്ക് വരും. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ ഇത്രയും യൂത്ത് ഉള്ളപ്പോൾ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും കൊടുക്കാൻ കഴിയും. ഞാൻ 10 വർഷക്കാലം മുമ്പ് ഏറ്റവും വലിയ ഡ്രീം പ്രോജക്റ്റ് എന്ന് 1MB1 ഐഡിയ ആയിരുന്നു. എന്തായിരുന്നു അറിയാമോ?
അത് എം പിമാർക്ക് കൊടുക്കുന്ന ഒരു 5 ലക്ഷം രൂപ കൊടുക്കും. എന്തിനാണെന്ന് വെച്ചാൽ എം പി ഫണ്ടിൽ തന്നെയാണ് നിങ്ങൾ ഏറ്റവും നല്ല കണ്ടുപിടുത്തത്തിന് കൊടുക്കണം. പക്ഷേ അത് സെറ്റ് ചെയ്ത് പ്ലാനിങ്ങിനെ കൊണ്ട് അപ്രൂവ് ചെയ്യാൻ എനിക്ക് 1.5 വർഷം എടുത്തു. എന്തിനാ? കളക്ടറോട് പറയണം, പ്ലാനിങ് ഓഫീസറോട് പറയണം, ഇത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം, അവിടെ ഒരു 6 മാസം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം ആസ് പെർ റൂൾ ഇത് ഹാക്ക് ചെയ്യുന്നില്ലെന്നൊന്ന് മനസ്സിലാക്കണം. അതുകൂടാതെ ഇതിൻ്റെ ഉള്ള പാനൽ വേണം, മുഴുവൻ അഡ്വർടൈസ് ചെയ്യണം. ഇതിനെല്ലാം ഇങ്ങനെ സ്കൂളുകൾ കോളേജുകൾ കയറി ഇറങ്ങി പറഞ്ഞു കൊടുത്ത് എത്രയോ മനോഹരമായ നമ്മൾ കണ്ടുപിടുത്തങ്ങളാണെന്നറിയോ. നമ്മൾ ഒരിക്കലും ചിന്തിക്കുകയല്ല ഈ പിള്ളേർ ഇതെല്ലാം ഉണ്ടാക്കി തരുന്നത്. സോ അത് ഇന്നിപ്പോൾ BMW ഡാഷ്ബോർഡ് എടുത്ത് നോക്കിയാൽ അതിനകത്തെ മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ കേരളത്തിൽ എറണാകുളത്തിരുന്നാ ചെയ്യുന്ന വെറും 15 കുട്ടികളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇന്നോവേഷൻസ് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഫ്ലോസ് ഇങ്ങോട്ട് വരും. ഐ തിങ്ക് ദാറ്റ് ഈസ് അവർ സ്ട്രെങ്ത്.